അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22 തിങ്കളാഴ്ച. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ US പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറി. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. രാജ്യത്തിന്റെയും പാർട്ടിയുടെയും നല്ലതിനായി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ജോ ബൈഡൻ വ്യക്തമാക്കി. US തിരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ പിന്മാറ്റം. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി ജൂണിൽ നടന്ന സംവാദത്തിലെ ദുർബലമായ പ്രകടനത്തെ തുടർന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡനുമേൽ പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ബൈഡനു പകരം വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെ പാർലമെന്റിലും ചെങ്കോട്ട മേഖലയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഖലിസ്ഥാൻ തീവ്രവാദികളെന്ന് അവകാശപ്പെടുന്ന സംഘത്തിന്റെ ഭീഷണി സന്ദേശം ലഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. CPM രാജ്യസഭാ MPമാരായ V ശിവദാസനും A റഹീമിനുമാണ് ഇന്നലെ രാത്രി വൈകി സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലുള്ള സന്ദേശം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഖലിസ്ഥാൻ അനുകൂലമല്ലെങ്കിൽ MPമാർ വീട്ടിലിരിക്കേണ്ടി വരുമെന്നും സന്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. നിപ്പ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മരിച്ചു. ഇന്നലെ രാവിലെ 11:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണം സ്ഥിരീകരിച്ചു. മരിച്ച 14-കാരനുമായി സമ്പർക്കമുണ്ടായ 4 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലാണ്. ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. നിപ്പ രോഗലക്ഷണവുമായി മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിപ്പ ബാധിച്ച് മരിച്ച 14 വയസ്സുകാരന്റെ വീടിന് 2 കിലോമീറ്റർ അകലെ താമസിക്കുന്ന 68-കാരനെയാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത്. നിപ്പ ലക്ഷണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അതേസമയം 68-കാരന്റെ പ്രാഥമിക സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ നടത്തിയ ട്രൂനാറ്റ് പരിശോധനയിലാണ് നിപ്പ ബാധയില്ലെന്ന് വ്യക്തമായത്. പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്രവ പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. നിപ്പ രോഗലക്ഷണവുമായി ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ആശുപത്രിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അധികൃതർ. അത്യാവശ്യമുള്ളവർ മാത്രം OP പരിശോധനയ്ക്ക് എത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം. ആശുപത്രിയിൽ സന്ദർശകർക്കും കർശന നിയന്ത്രണം. അതേസമയം അത്യാഹിത വിഭാഗം സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ ഒരു നിപ്പ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നിർദ്ദേശങ്ങളുമായി കേന്ദ്രം. രോഗബാധിതരുടെ 12 ദിവസത്തെ സമ്പർക്കങ്ങൾ കണ്ടെത്തണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘത്തെ സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ നിയോഗിക്കും. സമ്പർക്കത്തിൽ വന്നവരെ അടിയന്തരമായി ക്വാറന്റൈനിലേക്ക് മാറ്റണം. സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കണമെന്നും നിർദ്ദേശമുണ്ട്. മൊബൈൽ BSL-3 ലബോറട്ടറി കോഴിക്കോട് എത്തിച്ചുവെന്നും കേന്ദ്രം വിശദീകരിച്ചു. മലപ്പുറത്ത് നിപ്പ സംശയിച്ച് നിരീക്ഷണത്തിൽ കഴിയുന്ന 7 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ്. 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. നിപ്പ ബാധിച്ച് മരിച്ച 14 വയസ്സുകാരന്റെ ബന്ധുക്കൾക്കും രോഗലക്ഷണമില്ല. സമ്പർക്ക പട്ടികയിൽ ഉള്ളവരിൽ 101 പേരെ ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരണമടഞ്ഞ കുട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ അതിതീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർ DR മേഘശ്രീയാണ് അവധി പ്രഖ്യാപിച്ചത്. അതേസമയം കേരളത്തിൽ കനത്ത മഴയ്ക്കും ശമനം. കണ്ണൂരും കാസർഗോഡ് ജില്ലകളിലും മാത്രമാണ് ഇന്ന് മഞ്ഞ അലർട്ട് ഉള്ളത്. കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇനി റോഡിൽ തുടർന്നേക്കില്ല. റോഡിലേക്ക് വീണ 90% മണ്ണും നീക്കിയെന്നും ഇത്രയും തെരഞ്ഞിട്ടും വലിയൊരു ട്രക്കിന്റെ ഒരു സൂചനയുമില്ലെന്നും കർണാടക റവന്യൂ മിനിസ്റ്റർ വ്യക്തമാക്കി. GPS സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ലോറിയില്ലെന്ന വിവരമാണ് തെരച്ചിലിന് ഉണ്ടായിരുന്നവർ നൽകുന്നത്. അതിനാൽ കരയിൽ ട്രക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നും കർണാടക റവന്യൂ മന്ത്രി വിശദീകരിച്ചു.
കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഗംഗാവാലി പുഴയിലേക്ക്. തിരച്ചിലിന് വേണ്ടി കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ സൈന്യം എത്തിക്കും. പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി കൂടുതൽ റഡാറുകൾ അടക്കം കൊണ്ടുവരും. വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ പുഴയിലെ മൺകൂനയിലാകാം ലോറി ഉള്ളതെന്നാണ് ഇപ്പോൾ സൈന്യത്തിന്റെ നിഗമനം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. AIYF പത്തനംതിട്ട ജില്ലാ ശില്പശാലയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം. തെരഞ്ഞെടുപ്പ് തോൽവിയിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ശൈലിയും ധാർഷ്ട്യവും ജനവികാരം എതിരാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശം സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചുവെന്നും ശില്പശാലയിൽ അഭിപ്രായമുയർന്നു. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ വിതരണം ജൂലൈ 24 തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 1600 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി 900 കോടി രൂപ അനുവദിച്ചു. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും പെൻഷൻ എത്തിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. വള്ളം മുങ്ങാൻ നേരം കിളവിയെ വെള്ളത്തിലിടുന്നതുപോലെ SNDPയെ വെള്ളത്തിലിടാൻ നോക്കണ്ടെന്നും SNDPയുടെ പാരമ്പര്യം മലബാറിലെ ചില നേതാക്കൾക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദൻ മാഷ് ആര് പറഞ്ഞാലും തിരുത്തില്ലെന്നും അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനമാണ് LDFന്റെ വലിയ പരാജയത്തിന് കാരണമെന്നും കാലഘട്ടത്തിന്റെ മാറ്റം LDF തിരിച്ചറിഞ്ഞ് പ്രായോഗികമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലബാറിലെ +1 സീറ്റുകളുടെ കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ MK മുനീർ നടത്തിയ സത്യഗ്രഹം പ്രകടനം മാത്രമാണെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രസ്താവന അങ്ങേയറ്റം നിലവാരമില്ലാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായ MK മുനീറിനെ അപമാനിക്കുകയാണ് മന്ത്രി ചെയ്തതെന്നും നിരുത്തരവാദപരവും അപഹാസ്യവുമായ പ്രതികരണമാണ് V ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. വിവരാവകാശ പ്രകാരമുള്ള വിവരങ്ങൾ നൽകാൻ 50 ദിവസം വൈകിപ്പിച്ച ഉദ്യോഗസ്ഥന് 12,500 രൂപ പിഴ ചുമത്തി വിവരാവകാശ കമ്മീഷൻ. വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പബ്ലിക് ഓഫീസർ ആരിഫ് അഹമ്മദാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും വിവരം വൈകിച്ചത്. പുതുപ്പണം, മന്ദരത്തൂർ, ശ്രീമംഗലത്ത് വിനോദ് കുമാറിനെ ആവശ്യപ്പെട്ട വിവരങ്ങൾ അപേക്ഷയിലും അപ്പീലിലും നിഷേധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കമ്മീഷനെ സമീപിച്ചത്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ചാണ്ടി ഉമ്മൻ. ചടങ്ങിൽ പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണെന്നും അതൊരു രാഷ്ട്രീയ വേദിയായിരുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ മറുപടി നൽകി. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ സഹായങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ചാണ്ടി ഉമ്മൻ അനുസ്മരണ വേദിയിൽ പ്രസംഗിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം രാഹുൽ ഗാന്ധിക്ക്. 1,00,000 രൂപയും നേമം പുഷ്പരാജ് രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരം. ഡോക്ടർ ശശി തരൂർ MP ചെയർമാനായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കിയ ലൈൻമാനെതിരെ പരാതി നൽകിയ കുടുംബത്തെ ഇരുട്ടിലാക്കി വീണ്ടും KSEBയുടെ പ്രതികാര നടപടി. തിരുവനന്തപുരം അയിരൂർ സ്വദേശി രാജീവാണ് പരാതിക്കാരൻ. അതിനിടെ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ KSEB ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കണക്ഷൻ പുനഃസ്ഥാപിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് KSEB രാജീവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. മരം വീണ് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ ഉത്തരവാദി മൂന്നാർ DFO ആണെന്ന് ഇടുക്കി കളക്ടർ ഷീബ ജോർജ്. ദേശീയ പാതയോരത്തെ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നിർദ്ദേശം നടപ്പിലാക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കി കളക്ടറുടെ ഉത്തരവ്. പ്രദേശത്തെ മരങ്ങൾ നീക്കം ചെയ്യുന്നതിന് നിരവധി തവണ നിർദ്ദേശം നൽകിയിട്ടും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കളക്ടർ ഉത്തരവിൽ പറയുന്നത്. ആമേഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് തമ്പാനൂരിൽ പ്രവർത്തിക്കുന്ന പോത്തീസ് സ്വർണ്ണമഹൽ പൂട്ടിച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നും കണ്ടെത്തി. പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത്. പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നും മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു.
വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഗുജറാത്തിൽ ചാന്ദിപുര വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 24ആയി. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ചാന്ദിപുര വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 65ആയി. 12 ജില്ലകളിലെ വിവിധ ഗ്രാമങ്ങളിലും അഹമ്മദാബാദ്, വഡോദര, രാജ്കോട്ട് തുടങ്ങിയ നഗരങ്ങളിലുമാണ് രോഗബാധിതരുള്ളത്. ചാന്ദിപുര വൈറസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി സർക്കാർ കൺട്രോൾ റൂം ആരംഭിച്ചു. ഹൈന്ദവ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് മുൻ കോൺഗ്രസ് നേതാവും കൽക്കിധാം പീതാധീശർ ആചാര്യനുമായ പ്രമോദ് കൃഷ്ണം കൽക്കി AD 2898 എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും അഭിനേതാക്കൾക്കും വക്കീൽ നോട്ടീസ് അയച്ചു. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ദൈവങ്ങളെ തെറ്റായി ചിത്രീകരിക്കുകയാണ് നിർമ്മാതാക്കൾ ചെയ്തതെന്നാണ് ആരോപണം. കൻവർ തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന മുസഫർ ജില്ലയിലെ വഴികളിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന UP സർക്കാരിന്റെ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ ഉത്തർപ്രദേശിൽ ജാഗ്രത കർശനമാക്കി. കൻവർ യാത്ര വിവാദം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. നൂഹ് ജില്ലയിൽ 24 മണിക്കൂർ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി ഹരിയാന സർക്കാർ. ബൾക്ക് SMS സർവീസുകൾക്കും നിരോധനമുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മുതൽ ഇന്ന് വൈകിട്ട് 6 വരെയാണ് നിരോധനം. ബ്രജ് മണ്ഡൽ ജലാഭിഷേക് യാത്രയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാൻ ഗൂഢാലോചനയെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി. ജയിലിലിട്ട് പീഡിപ്പിച്ച് കെജ്രിവാളിന്റെ ആരോഗ്യം തകർക്കുകയാണ് BJP ലക്ഷ്യമെന്നും AAP MP സഞ്ജയ് സിംഗ് ആരോപിച്ചു. കെജ്രിവാൾ കൃത്യമായി മരുന്നും ഭക്ഷണവും കഴിക്കുന്നില്ലെന്നും ഇതിന്റെ കാരണം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് AAPയുടെ പുതിയ ആരോപണം. UPയിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച BJP മുൻ MLA ഉദയ്ബൻ കർവാരിയെ 4 വർഷത്തിന് ശേഷം ജയിൽ മോചിതനാക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശം. 1996-ൽ സമാജ്വാദി പാർട്ടി MLA ആയിരുന്ന ജവഹർ യാദവിനെ കൊലപ്പെടുത്തിയ കേസിൽ 2019 മുതൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഉദയ്ബൻ കർവാരിയ. അതേസമയം സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ജവഹർ യാദവിന്റെ ഭാര്യയും 4 തവണ MLAയുമായ വിജയ്മ യാദവ് അറിയിച്ചു. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഔറംഗസേബ് ഫാൻസ് ക്ലബിന്റെ നേതാവാണെന്നും കസബിന് ബിരിയാണി കൊടുത്തവർക്ക് ഒപ്പമാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യത്തെയാണ് അമിത്ഷാ ഔറംഗസേബ് ഫാൻസ് ക്ലബ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. ഭക്ഷണ ചലഞ്ച് നടത്തുന്നതിനിടെ ചൈനയിലെ 24-കാരിയായ ഇൻഫ്ലുവൻസർക്ക് ദാരുണാന്ത്യം. തുടർച്ചയായി 10 മണിക്കൂറിലധികം ഭക്ഷണം കഴിക്കാനുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്തതായിരുന്നു 24-കാരിയെന്ന് റിപ്പോർട്ട് പറയുന്നു. പാൻസിയ വോട്ടിംഗ് എന്ന യുവതിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇവർ 10 കിലോ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെട്ടു. പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കാനിരിക്കെ വൻ പ്രഖ്യാപനവുമായി ക്രിക്കറ്റ് സംഘടനയായ BCCI. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന് 8.5 കോടി രൂപ സംഭാവന നൽകുമെന്ന് BCCI സെക്രട്ടറി ജയ്ഷ വ്യക്തമാക്കി. സാമൂഹിക മാധ്യമമായ Xലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.